മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സമുദ്രരംഗത്തെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7-ൽ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും നരേന്ദ്രമോദി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സമാധാന ഇടപെടലിൽ സന്തോഷമെന്ന് മോദി. ഇന്ത്യ വിശ്വസ്ത പങ്കാളിയെന്ന് ട്രംപ്. സംസ്ഥാനത്ത് ഒരു ഷിഗല്ല മരണം കൂടി. ഇന്ന് 12 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 100-ലേറെ പേർക്ക് ഡെങ്കി. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച ഒരു മരണം കൂടി. നിപ്പയിൽ ആശ്വാസം. 2 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ സംസ്ഥാന സർക്കാർ. പ്രതിരോധത്തിന് 3 ദിവസം ഡ്രൈ ഡേ. സ്കൂളുകളിലും ഓഫീസുകളിലും ശുചീകരണം നടത്തണമെന്ന് ആരോഗ്യമന്ത്രി. PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടും. കഴിഞ്ഞ സർക്കാർ കരാർ ഒപ്പിട്ട് പണം വാങ്ങിയതിനാൽ പദ്ധതി തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തീരുമാനമെടുക്കാൻ 4-അംഗ മന്ത്രിസഭാ ഉപസമിതി. PM ശ്രീ ഫണ്ടിൽ നിന്നും 1 രൂപ പോലും LDF സർക്കാർ വാങ്ങിയിട്ടില്ലെന്നും തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണയെ ED ചോദ്യം ചെയ്തു. സാമ്പത്തിക ഇടപാടിൽ വ്യക്തത തേടി. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് ED. ഇനി ചോദ്യം ചെയ്യൽ SFIO രേഖകൾ കിട്ടിയതിന് ശേഷം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം. ജൂൺ 30 വരെ വൈകിട്ട് 6 മണി മുതൽ 12 വരെ നിയന്ത്രണമെന്ന് KSEB. മഴ കുറഞ്ഞത് ഉൽപാദനത്തെ ബാധിച്ചെന്ന് വിശദീകരണം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കോഴിക്കോട് ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഞായറാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. ഇറാനുമായി സമാധാന കരാറിലെത്തിയ അമേരിക്കൻ നടപടിയെ അഭിനന്ദിച്ച് G7 രാഷ്ട്രങ്ങൾ. പാരീസിൽ തുടരുന്ന G7 ഉച്ചകോടിക്കിടയിലാണ് അംഗരാഷ്ട്രങ്ങൾ ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദനം അറിയിച്ചത്. ശക്തമായ കരാറാണ് ഉണ്ടാക്കിയതെന്ന് മറുപടി നൽകിയ ട്രംപ് പക്ഷേ ഇറാൻ മര്യാദകൾ ലംഘിച്ചാൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും നൽകി. അതേസമയം സമുദ്രരംഗത്തെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപിനെ കണ്ടതിൽ വലിയ സന്തോഷമെന്നായിരുന്നു കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. ഇന്ത്യക്കും അമേരിക്കയ്ക്കുമിടയിൽ പലതും സംഭവിച്ചെന്നും ട്രംപും പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഹോർമൂസ് തുറക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മോദി പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ നാവികരുടെ സുരക്ഷ മോദി വീണ്ടും ഓർമ്മപ്പെടുത്തി. നാവികരുടെ സുരക്ഷ പ്രധാനമാണെന്നും മോദി പറഞ്ഞു. മോദിയുടെ നിലപാടുകൾ കടുത്തതെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്താണ് മരണം. 12 ഷിഗല്ല കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പ്രതിദിന ഡെങ്കി കേസുകളുടെ എണ്ണം 100 കടന്നു. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പനിയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കരുത് എന്നതാണ് നിർദ്ദേശം. ആരോഗ്യവകുപ്പ് പ്രത്യേക പരിശോധനകൾ സ്കൂളിൽ നടത്തും. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 5-ാം മരണം. ഡെങ്കിപ്പനി ബാധിച്ച് കരിമ്പുഴ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജോ മോഹനാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനി ബാധിച്ച് 3-ാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം കരിമ്പുഴയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 62-കാരി മരിച്ചിരുന്നു. ജൂൺ 13-നാണ് പട്ടാമ്പി സ്വദേശിനിയായ 73-കാരി ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ മാസം ഡെങ്കിപ്പനി ബാധിച്ച് 2 പേർ മരിച്ചിരുന്നു. ജില്ലയിൽ നിലവിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഈ മാസം ചികിത്സ തേടിയത് 543 പേരാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മണ്ണാർക്കാട് മേഖലയിലാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ജില്ലാ ആരോഗ്യ വകുപ്പും അറിയിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഡ്രൈ ഡേ ആചരിക്കുക. മന്ത്രി K മുരളീധരന്റെ അധ്യക്ഷതയിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിനായി വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും യോഗത്തിലാണ് ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കാനാണ് നിർദ്ദേശം. ഷിഗല്ല ഉൾപ്പെടെയുള്ള മറ്റ് പകർച്ചവ്യാധികൾ തടയുന്നതിനൊപ്പം ഡെങ്കിപ്പനി പടരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. PM
ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാർ പിന്മാറില്ല. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി മുൻ സർക്കാർ കരാർ ഒപ്പിട്ട പണം വാങ്ങിയതിനാൽ പദ്ധതി തുടരാൻ UDF സർക്കാർ നിർബന്ധിതരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം തീരുമാനിക്കാനും സ്കൂളുകളെ തെരഞ്ഞെടുക്കാനുമുള്ള അധികാരം സംസ്ഥാനത്തിന് നൽകണമെന്ന് കരാറിൽ വ്യവസ്ഥ വയ്ക്കും. ഇക്കാര്യത്തിൽ കേന്ദ്രത്തോടെ ഇളവുകൾ തേടാൻ 4-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചു. എന്നാൽ PM ശ്രീ ഫണ്ടിൽ നിന്നും ₹1 പോലും LDF സർക്കാർ വാങ്ങിയിട്ടില്ലെന്നും തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നതായും മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ PM ശ്രീക്കെതിരെ പ്രതിഷേധിച്ചവർ അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി തുടരാൻ തീരുമാനിച്ചു. മുൻ സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് കരാർ ഒപ്പിട്ടതിനാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ലെന്നാണ് UDF സർക്കാർ വാദിക്കുന്നത്. കേരളം PM ശ്രീയുടെ ഭാഗമാകുകയും അതിന്റെ തുടർച്ചയായി SSK ഫണ്ട് 99 കോടിയോളം വാങ്ങുകയും ചെയ്തതിനാൽ പദ്ധതി തുടരാൻ സർക്കാർ നിർബന്ധിതരാണ് എന്ന് മുഖ്യമന്ത്രി. കഴിഞ്ഞ ഗവൺമെൻറ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കാര്യം. എന്നാൽ ആശയപരമായി പദ്ധതിയോടുള്ള എതിർപ്പുകളിൽ 1 കരിക്കുലം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനത്തിനാണ്. 2 പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതും സംസ്ഥാനമാണ്. ഇത് രണ്ടും കേന്ദ്രം അംഗീകരിച്ച് കരാറിൽ ഇളവ് വരുത്തണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2 സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതിനായി മന്ത്രിമാരായ N ഷംസുദ്ദീൻ, റോജി M ജോൺ, PC വിഷ്ണുനാഥ, M ലിജു എന്നീ 4-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചു. ഉപസമിതി റിപ്പോർട്ടിന് ശേഷമാകും തുടർ നടപടിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം PM ശ്രീ ഫണ്ട് വാങ്ങിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീയുടെ പേരിൽ ₹1 പോലും LDF സർക്കാർ വാങ്ങിയിട്ടില്ലെന്നും തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും മുൻ മന്ത്രി പറഞ്ഞു. അതേസമയം PM ശ്രീ നടപ്പാക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി കേരളം ഇന്നേ വരെ കേന്ദ്രത്തിന് കത്തയച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ പദ്ധതി നടപ്പാക്കാനാകില്ലെന്ന് പറഞ്ഞ് കത്തയച്ചതായി മുൻ വിദ്യാഭ്യാസ മന്ത്രി വാദിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീയിൽ ഉപസമിതിയെ വെച്ച് വിശദമായി കാര്യങ്ങൾ പഠിച്ചു മുന്നോട്ടു പോകുമെന്ന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. PM ശ്രീയിൽ ഒപ്പിട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കും. മുൻ സർക്കാർ PM ശ്രീ ഫണ്ട് വാങ്ങിയിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഉപസമിതി വെച്ച് കാര്യങ്ങൾ വിശദമായി പഠിക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. ചീഫ് മിനിസ്റ്റർ പറഞ്ഞല്ലോ, നിലവിൽ ഒപ്പിട്ട സ്ഥിതിയാണ്, ഫണ്ട് വാങ്ങിയ സ്ഥിതിയുമാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാനാണ് ഉപസമിതിയെ വെച്ചിരിക്കുന്നത്. PM ശ്രീയിൽ VD സതീശൻ പറഞ്ഞത് വലിയ കളവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതി മരവിപ്പിക്കുകയാണ് ചെയ്തത്. UDF സർക്കാർ BJPക്ക് കീഴടങ്ങിയിരിക്കുകയാണെന്നും കത്തയച്ചില്ല എന്ന് പറയുന്നത് മറ്റൊരു കളവാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PM ശ്രീ പദ്ധതി ഒരു തരത്തിലും അനുവദിക്കാൻ പറ്റില്ല. കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള BJPയുമായിട്ട് CPIM ചേർന്ന് നടത്തുന്ന ഡീലാണ് എന്ന് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷം ഇന്ന് ഭരണകക്ഷിയായി മാറിയപ്പോൾ അത് നടപ്പിലാക്കും എന്ന് മാത്രമല്ല വലിയ കളവാണ് പറയുന്നത്. അത് നടപ്പിലാക്കിയത് മരവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഈ ഗവൺമെന്റിന് അത് മരവിപ്പിക്കണമെങ്കിൽ തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് BJPക്ക് പൂർണ്ണമായിട്ടും കീഴടങ്ങിയിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T വീണയെ ED ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് 8 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. വീണയുടെ മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ ED വീണ്ടും വിളിപ്പിക്കും. രാവിലെ 10:30 ഭർത്താവും ബേപ്പൂർ MLAയുമായ മുഹമ്മദ് റിയാസിനൊപ്പമാണ് T വീണ ED ഓഫീസിലെത്തിയത്. 11 മണിയോടെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ വൈകിട്ട് 7 മണിവരെ തുടർന്നു. CMRL എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലായിരുന്നു ചോദ്യം ചെയ്യൽ. വീണയുടെ വിശദമായ മൊഴി ED രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴി പരിശോധിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യും. കരിമണൽ കമ്പനിയായ CMRLൽ നിന്നും വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് 2,78 ലക്ഷം രൂപ ലഭിച്ചതായാണ് EDയുടെ കണ്ടെത്തൽ. എന്ത് സേവനത്തിനായാണ് CMRLൽ നിന്നും എക്സാലോജിക്ക് പണം കൈപ്പറ്റിയതെന്ന് ED അന്വേഷിച്ചു വരികയാണ്. CMRLന്റെ അനുബന്ധ കമ്പനിയായ എംപവർ ഇന്ത്യ എന്ന സ്ഥാപനം വഴി 50 ലക്ഷം രൂപയും വായ്പയായി വീണ കൈപ്പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ CMRL MD ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളും കമ്പനി ഡയറക്ടർമാരുമായ
ജയ എസ് കർത്ത, ശരൺ എസ് കർത്ത, ഷിബി എസ് കർത്ത എന്നിവരെയും കേസിൽ ED ചോദ്യം ചെയ്തിരുന്നു. അടുത്ത ദിവസങ്ങളിൽ CMRL ജീവനക്കാരെയും ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. ഈ മാസം 30 വരെ വൈകിട്ട് 6 മുതൽ 12 വരെ മിതമായ സമയം നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB അറിയിച്ചു. രാജ്യത്ത് വൈദ്യുതി ലഭ്യതയിൽ ഉണ്ടായ കുറവാണ് സംസ്ഥാനത്തും നിയന്ത്രണത്തിന് കാരണമെന്നാണ് വിശദീകരണം. രാജ്യത്ത് മഴയുടെ ലഭ്യതയിൽ കുറവ് വരുത്തുന്ന എൽ നിനോ പ്രതിഭാസം മൂലം വൈദ്യുതി ഉൽപാദനം കുറഞ്ഞതാണ് സംസ്ഥാനത്തെയും വൈദ്യുത നിയന്ത്രണത്തിലേക്ക് എത്തിച്ചതെന്നാണ് വിശദീകരണം. ഈ മാസം 30 വരെ വൈകിട്ട് 6 മുതൽ 12 മണി വരെ മിതമായ അളവിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സർക്കാർ KSEBക്ക് അനുമതി നൽകിയത്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിലവിലെ സ്ഥിതി വിലയിരുത്തി. സംസ്ഥാനത്തെ വൈദ്യുതി ലഭ്യതയിൽ ആവശ്യമുള്ളതിനേക്കാൾ 900 മെഗാവാട്ടിന്റെ കുറവാണ് ഉള്ളത്. പവർ എക്സ്ചേഞ്ചിൽ നിന്നും മതിയായ വൈദ്യുതിയും ലഭിക്കുന്നില്ല. കൂടാതെ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിയ വൈദ്യുതിയും ഈ മാസം 16 മുതൽ തിരികെ നൽകേണ്ടതുണ്ടെന്നും KSEBയുടെ അറിയിപ്പിൽ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പോകുന്നതെന്നാണ് KSEB വിശദീകരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ നന്ദി പറയുന്നത് വടകരയിലെ ജനങ്ങളോടെന്ന് ഷാഫി പറമ്പിൽ MP. CPM വർഗീയ പോയിസനാവാൻ പാടില്ലായിരുന്നുവെന്നും CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നും ഷാഫി പറമ്പിൽ MP പറയുന്നു. കാഫിർ കേസിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി നാളെ പരിഗണിക്കും. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ ജനങ്ങൾ കള്ളത്തെ തിരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുത്തിയതാണ്. ജനങ്ങൾക്ക് നന്ദി. പേരാമ്പ്രയിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല എന്നും ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കി. എനിക്ക് ആദ്യം അതിനകത്ത് നന്ദി പറയാനുള്ളത് വടകരയിലെ ജനങ്ങളോടാണ്. എനിക്ക് ആദരവ് പ്രകടിപ്പിക്കാനുള്ളത് അവരുടെ രാഷ്ട്രീയ ബോധത്തോടാണ്. ഇതിപ്പോൾ വർഷം 2 കഴിഞ്ഞു. 2 അന്വേഷണ സംഘങ്ങൾ വരേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു ഭരണകൂടം തന്നെ മാറേണ്ടി വന്നു. പോലീസ് നിഷ്പക്ഷമായി ഇടപെടേണ്ടി വന്നു. ഇടയ്ക്ക് കോടതി പോലീസിൻ്റെ ചെവി പിടിക്കേണ്ടി വന്നു. പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഇത്തരം ശ്രമങ്ങൾ തുടർന്നപ്പോൾ പേരാമ്പ്രയിലും നാദാപുരത്തും വടകരയിലും കുറ്റ്യാടിയിലും കൊയിലാണ്ടിയിലും 5 ഇടങ്ങളിലും ഇത്തരം ശ്രമങ്ങൾക്കെതിരെ വിധി എഴുതിയ വടകരയിലെ ജനത, കോഴിക്കോട്ടെ ജനത, കേരളത്തിൽ ഇത് തിരിച്ചറിഞ്ഞ ജനത, അപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കാണ് ആദരവും നന്ദിയും ആദ്യമായിട്ട് അറിയിക്കുന്നത്. അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി നാളെ പരിഗണിക്കും. അതേസമയം വിഷയത്തിൽ കരുതലോടെ പ്രതികരിക്കാനാണ് CPIM നേതൃത്വത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഗൾഫ് വാർത്തകൾ നോക്കാം. UAE-യിൽ വരും മാസങ്ങളിൽ ചൂടും അന്തരീക്ഷ ഈർപ്പവും വർദ്ധിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പസഫിക് സമുദ്രത്തിൽ രൂപം കൊള്ളുന്ന എൽ നിനോ പ്രതിഭാസം UAE-യിലെ കാലാവസ്ഥയും സാരമായി ബാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലത്തിന്റെ താപനില അസാധാരണമായി ഉയരുന്ന പ്രതിഭാസമാണ് എൽ നിനോ. ഭൂമിശാസ്ത്രപരമായി UAE-യിൽ നിന്നും ഏറെ അകലെയാണെങ്കിലും എൽ നിനോയുടെ സ്വാധീനം രാജ്യത്തെ കാലാവസ്ഥയിലും പ്രതിഫലിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിയമ നടപടികളും നീതിന്യായ സേവനങ്ങളും പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിൽ വൻ കുതിച്ചുചാട്ടവുമായി അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഈ വർഷത്തെ ആദ്യ 3 മാസങ്ങളിൽ മാത്രം 6 ലക്ഷത്തിലധികം ഡിജിറ്റൽ അറ്റസ്റ്റേഷനുകളാണ് ഡിപ്പാർട്ട്മെന്റ് പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 400% വർധനവാണ് ഈ രംഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സിവിൽ ക്രിമിനൽ കേസുകളായി ബന്ധപ്പെട്ട് 2,23,000-ലധികം അപേക്ഷകളും ആദ്യപാദത്തിൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ കൈകാര്യം ചെയ്തു. ഇതിൽ 1,95,000 സിവിൽ അപേക്ഷകളും 27,000 ക്രിമിനൽ അപേക്ഷകളും ഉൾപ്പെടുന്നുണ്ട്. ഡിജിറ്റൽ സേവനങ്ങളിലൂടെ കോടതിയിൽ നേരിട്ടെത്താതെ തന്നെ നിയമ നടപടികൾ പൂർത്തിയാക്കാൻ പ്രവാസികൾക്കും സ്വദേശികൾക്കും സാധിക്കുന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രധാന നേട്ടം. UAE-യിൽ വൻതോതിൽ മയക്കുമരുന്ന് വിതരണം നടത്തിവന്ന 24 പേരടങ്ങുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ സംഘത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. വിദേശത്തിരുന്ന് പ്രവർത്തനം നിയന്ത്രിച്ചിരുന്ന മുഖ്യപ്രതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സംഘം UAE-ക്കകത്ത് ലഹരി വിതരണം നടത്തിയിരുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഒരു എമിറേറ്റിലെ ഒളിത്താവളത്തിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച 2 പ്രതികളെയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത്. ആദ്യ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 11 പേരെയും തുടർന്ന് ദുബായ്, അബുദാബി, അജ്മാൻ എന്നിവിടങ്ങളിൽ നടത്തിയ ഏകോപിത റെയ്ഡുകളിലൂടെയും 10 പേരെ കൂടി പോലീസ് വലയിലാക്കി. വൻതോതിൽ കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, സിന്തറ്റിക് കാനബിനോയിഡ് പേപ്പറുകൾ എന്നിവ സൂക്ഷിച്ചിരുന്ന മറ്റൊരു രഹസ്യ സംഭരണ കേന്ദ്രം കണ്ടെത്തുകയും വിവിധ തരത്തിലുള്ള സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കേസ് അന്വേഷണത്തിനായി ഫെഡറൽ നാർക്കോട്ടിക്സ് പ്രോസിക്യൂഷന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു.
സൗദിയിൽ വ്യവസായശാലകളിൽ ജോലി ചെയ്യുന്ന സൗദി വനിതകളുടെ എണ്ണം 1,08,672 ഉയർന്നു. കഴിഞ്ഞ വർഷാവസാനത്തെ കണക്കുകൾ പ്രകാരമുള്ള റിപ്പോർട്ടാണിത്. ഇത് രാജ്യത്തിന്റെ വിഷൻ 2030 ലക്ഷ്യങ്ങൾക്കനുസൃതമായി വ്യാവസായിക ഉൽപ്പാദന മേഖലകളിൽ വനിതാ ശാക്തീകരണത്തിലെ ഗണ്യമായ മാറ്റത്തെ കാണിക്കുന്നു. 2019 അവസാനത്തിൽ വ്യവസായ മേഖലകളിൽ സൗദി വനിതാ ജീവനക്കാർ 33,000 ആയിരുന്നു. 6 വർഷത്തിനിടെ വനിതാ ജീവനക്കാരുടെ എണ്ണം 229.31% തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 2022 വനിതാ ജീവനക്കാരുടെ എണ്ണം 63,892 ഉയർന്നിരുന്നു. വ്യാവസായിക മേഖലയിലെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെയും സമാന വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഇക്കാമ 3 മാസത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്നതിനും പുതുക്കുന്നതിനും സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. ജിദ്ദയിൽ കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കുവൈറ്റിൽ വേഗപരിധി ലംഘിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളുമായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. അമിത വേഗത മൂലമുള്ള നിയമലംഘനങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നുവെന്നും ഇത്തരം ലംഘനങ്ങൾക്ക് വാഹനം പിടിച്ചെടുക്കൽ, തടവ് ശിക്ഷ, വിദേശികളാണെങ്കിൽ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്ന് ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള മുഹസെൻ മുന്നറിയിപ്പ് നൽകി. ഹൈവേകളിലെ നിശ്ചിത വേഗപരിധി മണിക്കൂറിൽ 80 മുതൽ 120 കിലോമീറ്റർ വരെയാണെന്നും ഈ പരിധിയേക്കാൾ 30 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിദേശികളായ ഡ്രൈവർമാർ 150 കിലോമീറ്ററിലധികം വേഗതയിൽ വാഹനം ഓടിച്ചാൽ അവരെ നിയമ നടപടികൾക്ക് ശേഷം രാജ്യത്ത് നിന്നും നാടുകടത്തും. മണിക്കൂറിൽ 200 കിലോമീറ്ററോ അതിൽ അധികമോ വേഗതയിൽ പായുന്നവർക്കെതിരെ വാഹനം കണ്ടുകെട്ടുന്നതിനൊപ്പം തടവ് ശിക്ഷയും നേരിടേണ്ടി വരും. കുവൈറ്റിൽ സ്വദേശികൾ താമസിക്കുന്ന സ്വകാര്യ പാർപ്പിട സമുച്ചയത്തിൽ നിയമവിരുദ്ധമായി പലചരക്ക് കട നടത്തിയ വിദേശ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തു. യാതൊരുവിധ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയും കൃത്യമായ ഔദ്യോഗിക സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെയുമാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ ഭക്ഷ്യ വിപണന കേന്ദ്രങ്ങൾക്കെതിരെ സർക്കാർ നടത്തുന്ന ശക്തമായ മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഈ അറസ്റ്റ്. നിയമലംഘകരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുമെന്നും കുറ്റത്തിന്റെ ഗൗരവമനുസരിച്ച് $1,00,000 ദിനാർ വരെ ഭീമമായ പിഴ ഈടാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉറവിടം വ്യക്തമല്ലാത്തതും ലൈസൻസ് ഇല്ലാത്തതുമായ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങരുതെന്നും അധികൃത ഉപഭോക്താക്കൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി. പ്രമുഖ ആഗോള കമ്പനിയായ ആമസോണുമായി കുവൈറ്റ് എയർവേസ് കരാറിൽ ഏർപ്പെട്ടതായി ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വിമാന കമ്പനി അധികൃതർ. ഇത്തരം പ്രചരണങ്ങൾ തെറ്റാണെന്നും കമ്പനി ഔദ്യോഗികമായി പുറത്തുവിട്ട വിവരങ്ങളുടെയോ രേഖകളുടെയോ അടിസ്ഥാനത്തിലൂടെ ഉള്ളതല്ല ഇതൊന്നുമെന്നും കുവൈറ്റ് എയർവേസ് ഔദ്യോഗിക പത്രക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. വാർത്തകളുടെ സത്യാവസ്ഥ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നും കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവ വഴി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ പറയുന്നു. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ കമ്പനിയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിലോ ഉള്ള വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നവർക്കും അത് പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും കമ്പനി അറിയിച്ചു. അന്താരാഷ്ട്ര യാത്രാ രംഗത്ത് ചരിത്രപരമായ പ്രഖ്യാപനവുമായി എമിറേറ്റ്സ് എയർലൈൻസ്. ലോകത്താദ്യമായി യാത്രക്കാർക്കായി കോംപ്രഹെൻസീവ് ട്രാവൽ കവർ എന്ന സമഗ്ര യാത്രാ ഇൻഷുറൻസ് പദ്ധതി കമ്പനി അവതരിപ്പിച്ചു. സംഘർഷ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മെഡിക്കൽ ചെലവുകൾക്കും ചികിത്സയ്ക്കും പരിരക്ഷ ലഭിക്കും എന്നതാണ് പുതിയ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത. ആഗോള ഇൻഷുറൻസ് സ്ഥാപനമായ ട്രാവൽ ഗാർഡുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. വിമാന സർവീസുകൾ റദ്ദാക്കുകയോ യാത്ര തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ യാത്രക്കാർക്ക് ഹോട്ടൽ താമസവും ആവശ്യമായ സഹായവും എമിറേറ്റ്സ് നേരിട്ട് നൽകും. സ്വന്തം സർവീസുകൾ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ മറ്റ് വിമാന കമ്പനികളിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനുള്ള സൗകര്യവും അധിക ചെലവില്ലാതെ ലഭ്യമാക്കും. യാത്രക്കാരുടെ ആവശ്യങ്ങളും പ്രതികരണങ്ങളും പരിഗണിച്ചാണ് ഇൻഷുറൻസ് പരിരക്ഷ വിപുലീകരിച്ചതെന്നും എമിറേറ്റ്സ് എയർലൈൻസ് അധികൃതർ വ്യക്തമാക്കി. പത്തനംതിട്ട ജില്ലാ സംഗമം എന്ന പത്തനംതിട്ട ജില്ലാ കൂട്ടായ്മയുടെ വനിതാ വിഭാഗമായ PJ's ലേഡീസ് വിങ്ങിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ജിയ അഭിഷേക് കൺവീനർ, ബെറ്റ്സി ജോസഫ് ജോയിന്റ് കൺവീനർ, നീതു നജീബ് ട്രഷറർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. അനില മാത്യു, ലിയ ജെനി, സുശീല ജോസഫ്, സൈന അലി, ഷീജ ഷാജി, സുജ എബി, ജിഷ വിനോദ് എന്നിവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തിട്ടുണ്ട്. PJ's കേന്ദ്ര ഭാരവാഹികളുടെ സാന്നിധ്യത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത്.
KSRTC ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കിയ പ്രിയദർശിനി പദ്ധതി സംസ്ഥാനത്തെ വനിതകൾ ഉത്സവ പ്രതീതിയോടെ ഏറ്റെടുത്തുവെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സൗജന്യ യാത്രാ പദ്ധതി നിലവിലുണ്ടെങ്കിലും പണം നൽകി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നിലവിൽ അത്തരത്തിലൊരു സംവിധാനമില്ലെന്നും സൗജന്യ യാത്ര ആഗ്രഹിക്കാത്തവർ ഓർഡിനറി ബസ്സുകൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കിയെന്ന ആക്ഷേപവും മന്ത്രി തള്ളി. സ്ത്രീകൾക്കുള്ള സൗജന്യം സ്ത്രീകൾ അനുഭവിക്കുക, അങ്ങനെ അവർക്ക് അത്രയും വിഷമമുണ്ടെങ്കിൽ അവരതിൽ കയറാതിരിക്കുക. പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി ഒരു ദിവസത്തെ യാത്രാ സബ്സിഡിയായി 2.46 കോടി രൂപയാണ് സർക്കാർ KSRTCക്ക് നൽകേണ്ടത്. കോർപ്പറേഷൻ തിരിച്ചടവുകളിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്നും അതിനായി കൃത്യമായ ധനസമാഹരണ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ദിവസം മാത്രം ഓർഡിനറി ബസ്സുകളിൽ 11.84 ലക്ഷം സ്ത്രീകളാണ് സൗജന്യമായി യാത്ര ചെയ്തത്. ലാഭമുണ്ടാക്കാനായി ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കി അവയെ ഉയർന്ന നിരക്കുള്ള സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രതിപക്ഷ സംഘടനയുടെ ആക്ഷേപം മന്ത്രി തള്ളി. ഒരു ഓർഡിനറി പോലും ഞങ്ങൾ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. 384 സിറ്റി ഫാസ്റ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരൊറ്റ ഓർഡിനറിയെ പോലും ഞങ്ങൾ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. ഒന്ന്. എന്നാൽ ഇതിനകം 2 സിറ്റി ഫാസ്റ്റുകളെ ഓർഡിനറി ആക്കാൻ തീരുമാനിച്ചു. വിമർശനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയും രംഗത്ത് വന്നു. KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യ യാത്ര നടപ്പാക്കി ഇല്ലേ? ആ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ് ഓർഡിനറി ബസ്സെല്ലാം സിറ്റി ബസ്സാക്കി മാറ്റിയെന്നും പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേസ് കളയാൻ വേണ്ടി കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു വിപ്ലവകരമായ പദ്ധതിയുടെ ഗ്രേസ് കളയാൻ വേണ്ടി പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. പച്ചക്കള്ളം. സ്വകാര്യ ബസ് വ്യവസായവുമായി യാതൊരു യുദ്ധപ്രഖ്യാപനത്തിനും സംസ്ഥാന സർക്കാർ തയ്യാറല്ലെന്നും KSRTCയെ ജനകീയമാക്കുക മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിലും പ്രതിസന്ധി. ഉദ്ധവ് പക്ഷത്തുള്ള 6 MPമാർ ഷിൻഡെയ്ക്കൊപ്പം ചേർന്ന് NDAയുടെ ഭാഗമാകും. മഹാരാഷ്ട്രയിൽ ഓപ്പറേഷൻ ടൈഗർ എന്ന പേരിലാണ് ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ നീക്കം. MPമാരെ പണം നൽകി സ്വാധീനിച്ചതാണെന്ന് MP സഞ്ജയ് റൌത്ത് ആരോപിച്ചു. മഹാരാഷ്ട്രയിൽ ശിവസേന വീണ്ടും പിളർത്തിക്കൊണ്ടാണ് MPമാരുടെ നീക്കം. ഉദ്ധവ് പക്ഷത്തുള്ള 6-ൽ കൂടുതൽ MPമാർ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം ചേരും. ഡൽഹിയിലെത്തിയ MPമാർ ഉടനെ സ്പീക്കറെ കണ്ട് കത്ത് നൽകാനാണ് തീരുമാനം. ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ ശിവസേന ഉദ്ധവ് പക്ഷ MPമാരുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് രാജിവെച്ചു പോകാമെന്ന് ഉദ്ധവ് വിഭാഗത്തിലെ മുതിർന്ന നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു. MPമാരെ BJPയും ഏക്നാഥ് ഷിൻഡെയും പണം നൽകി സ്വാധീനിച്ചതാണെന്നും MPമാർക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് തയ്യാറാക്കിയെന്നും സഞ്ജയ് റൌത്ത് ആരോപിച്ചു. पैसा पहुंच गया ऐसा मुझे इन्फॉर्मेशन है और बाद में चार्टर फ्लाइट में बैठे. पहले पैसा हाथ में दे दो, वो पैसा लिया है लोगों ने, और बाद में चार्टर फ्लाइट दिया. नांदेड़ से, पुणे से, 3 जगह से चार्टर फ्लाइट छोड़े. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് ആകെ 9 ലോക്സഭാ MPമാരാണുള്ളത്. ഓപ്പറേഷൻ ടൈഗർ എന്ന പേരിൽ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ നീക്കത്തിലൂടെ 3-ൽ 2 ഭൂരിപക്ഷം MPമാരും മാറുന്നതോടെ കൂറുമാറ്റ നിരോധന നിയമവും ബാധകമാകില്ല. തൃണമൂൽ കോൺഗ്രസ് വിമത MPമാർക്കൊപ്പം ഉദ്ധവ് വിഭാഗം MPമാർ കൂടി എത്തുന്നതോടെ പാർലമെന്റിൽ BJP നേതൃത്വം നൽകുന്ന NDA കൂടുതൽ ശക്തമാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പുതുമുഖ MLAമാരെ നിയമസഭാ ചട്ടങ്ങൾ പരിശീലിപ്പിക്കുന്ന ഓറിയന്റേഷൻ പരിപാടിക്ക് തുടക്കമായി. ആദ്യമായി സഭയിലെത്തുന്ന അംഗങ്ങളുടെ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. UDFന് മൃഗീയ ഭൂരിപക്ഷമുള്ള സഭയിൽ ഭൂരിഭാഗം ക്ലാസുകളും നയിക്കുന്നത് മുൻ LDF സർക്കാരിലെ മന്ത്രിമാരാണ് എന്നത് ശ്രദ്ധേയമാണ്. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സഭയിൽ പുതുമുഖങ്ങൾക്കാണ് കേവല ഭൂരിപക്ഷം. ആദ്യമായി സഭയിലെത്തിയത് 71 MLAമാർ. അതുകൊണ്ട് തന്നെ ആശയക്കുഴപ്പവും ചട്ടം തെറ്റിക്കലും പതിവ് കാഴ്ചകളായിരുന്നു. തുടങ്ങിപ്പോയത് പുതിയ മെമ്പറാണ് അദ്ദേഹം ഇതൊക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസംഗത്തിൻ്റെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്നൊരു ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് ശ്രീ ഗോപൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. അടിമുടി ആശയക്കുഴപ്പത്തിലെന്ന് MLAമാർ സമ്മതിക്കുന്നുണ്ട്. പിന്നാലെയാണ് നിയമസഭ എന്ത് എങ്ങനെയെന്ന് വിശദമായി പഠിപ്പിക്കാൻ സ്പീക്കർ തീരുമാനിച്ചത്. ക്ലാസ്സിൽ അച്ചടക്കമുള്ള വിദ്യാർത്ഥികളാണ് MLAമാർ. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ചട്ടം പഠിപ്പിക്കുന്നവരുടെ പട്ടികയിൽ മുൻ മന്ത്രിമാരുമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ LDF സർക്കാരിൽ മന്ത്രിമാരായിരുന്ന KK ശൈലജ, P രാജീവ്, VS സുനിൽകുമാർ, MB രാജേഷ് എന്നിവരുടെ സെഷനുകളാണ് പരിശീലന പരിപാടികളുള്ളത്.
മന്ത്രി CP ജോണിന്റെയും N ജയരാജന്റെയും ക്ലാസുകളും MLA-മാർക്കായി ഉണ്ടാകും. മുഖ്യമന്ത്രി VD സതീശൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ അസൈൻമെന്റാണ്. ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, ശ്രദ്ധയില്ലാതെ കിടക്കുന്ന വിഷയങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ ആരും ശ്രദ്ധിക്കാത്ത വിഷയങ്ങളെ ഫോക്കസിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരമുണ്ടാക്കാൻ ഒക്കെയുള്ള നിരവധി ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് നമുക്കിത്. പുതിയ MLA-മാർക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഉപദേശം ഇങ്ങനെ: ഇപ്പോൾ പഠിക്കാനുള്ള ത്വര സ്ഥിരമായി ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. നിയമസഭ ഒരു സംശയവുമില്ല ഒരു ജനാധിപത്യ വേദിയാണ്. സ്വാഭാവികമായും ഇത്തരം വേദികളിൽ രാഷ്ട്രീയം വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ വിഷയങ്ങളെ രാഷ്ട്രീയമായി കാണാനും ആ രീതിയിൽ അവതരിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭയിലുള്ള സാന്നിധ്യമാണ്. സഭയിൽ പാലിക്കേണ്ട അച്ചടക്കം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് 2 ദിവസത്തെ പരിപാടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിൽ അൾജീരിയക്കെതിരെ അർജന്റീനയ്ക്ക് മിന്നും ജയം. മെസ്സിയുടെ ഹാട്രിക്കിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ജയം. ഈ ലോകകപ്പിലെ ആദ്യ ഹാട്രിക്കാണ് ഇത്. കാൻസസ് സിറ്റി സ്റ്റേഡിയത്തെ ആവേശക്കടലാക്കി ഇത്തവണ തുടക്കം ഹാട്രിക്കോടെ. അർജന്റീനയുടെ ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടയ്ക്ക് പിന്നാലെ ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന 2ാമത്തെ അർജന്റീനൻ താരമായി പ്രിയപ്പെട്ടവരുടെ മിശിഹ. കരിയറിലെ ആദ്യ ഹാട്രിക്, അതും 200-ാം മത്സരത്തിൽ. ലോകകപ്പിൽ അടിച്ചു ചേർത്ത ഗോളുകളുടെ എണ്ണം 16 അങ്ങനെ ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പം. അർജന്റീന ജേഴ്സിയിലെ 120-ാം ഗോൾ. അൾജീരിയക്കെതിരായ മത്സരത്തിൽ 5-ാം മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ അടിച്ചു, പക്ഷേ ഓഫ് സൈഡ്. പിന്നെ 17-ാം മിനിറ്റിൽ റോഡ്രിഗോ ഡി പോളിന്റെ മനോഹരമായ അസിസ്റ്റിൽ മെസ്സിയുടെ കാലുകളിലേക്ക് എത്തിയ പന്ത് അൾജീരിയൻ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് അടിച്ചുകയറ്റി ഗോൾ വേട്ടയ്ക്ക് തുടക്കം. അൾജീരിയൻ കീപ്പർ ലൂക്കാസിദാൻ തട്ടിയകറ്റിയ മാക്കാലിസ്റ്ററിന്റെ ലോങ് റേഞ്ച് ഷോട്ടിലൂടെ റീബൗണ്ട് ചെയ്തെത്തിയ പന്ത് വലയിലെത്തിച്ച് 60-ാം മിനിറ്റിൽ വീണ്ടും മെസ്സി മാജിക്. പകരക്കാരനായി വന്ന നിക്കോ ഗോൺസാലസിന്റെ പാസിൽ നിന്ന് പോസ്റ്റിന്റെ കോർണറിലേക്ക് ഷോട്ടടിച്ച് 76-ാം മിനിറ്റിൽ ഹാട്രിക് തികച്ചു. ഹാട്രിക് മാത്രമല്ല, ഒരുപിടി റെക്കോർഡുകളോടുകൂടി കളം വിട്ട താരത്തിനായി കൈയടിക്കുകയായിരുന്നു സ്റ്റേഡിയം. ഒപ്പം ആദ്യ കളിയിലെ സ്വപ്നതുല്യമായ തുടക്കം ഇനിയും ആവർത്തിക്കണേ എന്ന പ്രാർത്ഥനയും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.